മീശയും എലുമ്പനും റോഡിലൂടെ നടക്കുമ്പോൾ. അയ്യോ, ദേ 2 കാറുകൾ കൂട്ടിയിടിച്ചു. അയ്യോ, രക്ഷിക്കണേ, വേഗം വാടാ, അവരെ രക്ഷിക്കാം. ഇവനാ കാരണക്കാരൻ. അയ്യോ, ഞാനല്ല. കാറിലുള്ളവർ പുറത്തിറങ്ങി വഴക്കായി. കള്ളം, പച്ചക്കള്ളം, ഇവനാ എൻ്റെ കാറിൽ ഇടിച്ചത്, വിടരുത് അവനെ. ഡേയ്, നില്ലടാ അവിടെ. അയ്യോ, കാറിലിടിച്ചിട്ട് ഓടിപ്പോകുന്നോ? നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോയാൽ മതി. അയ്യോ, ഞാൻ അറിയാത്ത കാര്യമാ. നീ അറിയാത്ത കാര്യമാണെന്നോ? അതെ, ഞാൻ നിരപരാധിയാ. ചുമ്മാതാ, ഇവനാ വന്നിടിച്ചത്. സംഭവം നടക്കുമ്പോൾ നീയല്ലേ വണ്ടി ഓടിച്ചത്? അതെ, ഞാൻ തന്നെയാ വണ്ടി ഓടിച്ചത്. പക്ഷേ ഞാൻ അറിയാത്ത കാര്യമാ. വണ്ടി ഓടിച്ച നീയൊന്നും അറിഞ്ഞില്ലെന്നോ? അതേന്നേ, ആ സമയം ഞാൻ ഉറക്കത്തിലായിരുന്നു. അതാ ഞാനൊന്നും അറിയാഞ്ഞത്. എലുമ്പൻ രാവിലെ പത്രം വായിക്കുമ്പോൾ. ആശാനെ, ചക്കക്കുരുവിന് വൻ ഡിമാൻഡാണെന്ന്. കൊള്ളാം, ഇവിടാണെങ്കിൽ ആർക്കും വേണ്ടാതെ വഴിയിലിട്ട് ചവിട്ടുകയാ. ചക്കക്കുരുവിന് ലണ്ടനിലൊക്കെ വലിയ വില കൊടുക്കണമെന്ന്. അങ്ങനാണേൽ കുറച്ച് ചക്ക വാങ്ങി ചക്കക്കുരു എടുത്ത് കയറ്റി അയച്ചാലോ? അതു നല്ല ഐഡിയയാ. ചുരുങ്ങിയ കാലം കൊണ്ട് കുറച്ച് കാശുണ്ടാക്കാം. എങ്കിൽ സമയം കളയണ്ട, നീ വാ. അങ്ങനെ. ചേട്ടാ, വീട്ടിൽ ചക്കയുണ്ടോ? ഇല്ല, ചക്ക സീസൺ അല്ലല്ലോ, അതുകൊണ്ട് ചക്കയില്ല. പക്ഷേ പ്ലാവുണ്ട്. എങ്കിൽ ആ പ്ലാവ് വാടകയ്ക്ക് തരുമോ? വാടകയ്ക്കോ? അതെ, ഒരു പ്ലാവിന് 1 വർഷത്തേക്ക് 500 രൂപ വാടക. പക്ഷേ അതിലുണ്ടാകുന്ന ചക്ക ഞങ്ങൾ എടുക്കും. അത് കൊള്ളാം. വീട്ടിൽ 20 പ്ലാവുണ്ട്. 500 രൂപ വെച്ച് 10,000 രൂപ. ഓക്കെ, അത് ഏറ്റു. എങ്കിൽ നാളെ കാശുമായി വീട്ടിൽ വന്നേക്ക്. കയ്യോടെ പ്ലാവുകൾ കൈമാറിയേക്കാം. ഓക്കെ. അങ്ങനെ. ദാ പിടിച്ചോ, 10,000 രൂപയുണ്ട്. പിന്നൊരു കാര്യം, വാടക തന്ന കാശ് തിരികെ തരില്ല. അതൊന്നും വേണ്ട, ചേട്ടൻ പ്ലാവ് കാണിച്ചു തന്നാൽ മതി. ദേ, ഇപ്പോൾ ഒരു 20 പ്ലാവുണ്ട്. ഇനി 10 എണ്ണം കൂടി മുളച്ചു വരാനുമുണ്ട്. പ്ലാവിൻ തൈകളോ? 10,000 കട്ടപ്പോഹ.